ഇറ്റലിയുടെ ആൻഡ്രിയാറ്റിക് തീരത്ത് തലയുയർത്തി നിൽക്കുന്ന ലൊറേറ്റോ ബസിലിക്ക ലോകത്തിലെ മറ്റ് ദേവാലയങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അവിടെ ആദ്യം പള്ളി പണിതുയർത്തുകയല്ല ചെയ്തത്, മറിച്ച് ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ ഒരു കൊച്ചു വീടിന് കാവലൊരുക്കാൻ വേണ്ടി ആ വീടിനു ചുറ്റും ഒരു കൂറ്റൻ ദേവാലയം പണിതുയർത്തുകയായിരുന്നു. സാങ്ച്വറി ഓഫ് ദി ഹോളി ഹൗസ് ഓഫ് ലൊറീറ്റോയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ അത്ഭുതമാണ്. യേശുവും മാതാവായ മറിയവും വിശുദ്ധ യൗസേ പിതാവും നസ്രത്തിൽ ജീവിച്ചിരുന്ന ആ ലളിതമായ കല്ലുകൊണ്ടുള്ള വീട് 7 നൂറ്റാണ്ടുകളായി വിശ്വാസികളെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു ചോദ്യമാണ്: ഈ തിരുഗേഹം എങ്ങനെ ഇറ്റലിയിലെത്തി? കത്തോലിക്ക പാരമ്പര്യവും വിശ്വാസവും അനുസരിച്ച് കുരിശുയുദ്ധങ്ങൾക്ക് ശേഷം വിശുദ്ധ നാട് ശത്രുക്കളുടെ ഭീഷണിയിലായപ്പോൾ 1291 മാലാഖമാർ ഈ വീട് നസ്രത്തിൽ നിന്നും അത്ഭുതകരമായി ആകാശമാർഗം വഹിച്ചുകൊണ്ടു പോകുകയായിരുന്നു. നിലവിലെ ക്രൊയേഷ്യയിലുള്ള ഡാൽമേഷ്യയിൽ കുറച്ചുകാലം നിലകൊണ്ട ഈ ഭവനം ഒടുവിൽ 1294 ഇറ്റലിയിലെ ലൊറേറ്റോയിൽ എത്തിച്ചേർന്നുവെന്നാണ് പരമ്പരാഗത വിശ്വാസം. എന്നാൽ ചരിത്രകാരന്മാർ ഇതിന് മറ്റൊരു ശാസ്ത്രീയ വിശദീകരണം നൽകുന്നുണ്ട്. ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ പ്രശസ്തമായ ആഞ്ചലി കുടുംബം കപ്പൽ മാർഗം ഈ വീടിന്റെ കല്ലുകൾ ഇറ്റലിയിൽ എത്തിച്ചതാകാമെന്നാണ് അവർ കരുതുന്നത്. ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിൽ ആഞ്ചലി എന്ന വാക്കിനർത്ഥം മാലാഖമാർ എന്നാണ്. ഈ പേര് പിൽക്കാലത്ത് മാലാഖമാർ ആകാശത്തുകൂടി കൊണ്ടുവന്നു എന്ന വിശ്വാസത്തിന് കാരണമായിട്ടുണ്ടാകാം. വഴി എന്തായാലും നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് തീർത്ഥാടകരെയും അനേകം വിശ്വാസികളെയും മാർപ്പാപ്പമാരെയും ആകർഷിക്കുന്ന കേന്ദ്രമാണിത്. ലോകത്തിലെ മറ്റു ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബസിലിക്ക നിർമ്മിച്ചത് ആദ്യം പള്ളിയുണ്ടാക്കി പിന്നീട് അതിൽ സാധനങ്ങൾ വെക്കാനല്ല, മറിച്ച് ഈ ചെറിയ തിരുഗേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിനു ചുറ്റുമായി ഈ കൂറ്റൻ ബസിലിക്ക പണിതുയർത്തിയത്. 1469 ആരംഭിച്ച ഇതിന്റെ നിർമ്മാണത്തിന് ഡൊണാറ്റോ ബർമാൻഡെ ഉൾപ്പെടെയുള്ള ഇറ്റലിയിലെ പ്രശസ്തരായ നവോത്ഥാന ശില്പികളാണ് നേതൃത്വം നൽകിയത്. ബസിലിക്കയുടെ മധ്യഭാഗത്തായി നിൽക്കുന്ന ഈ തിരുഗേഹത്തിന് ചുറ്റും ബർമാൻഡെ രൂപകൽപ്പന ചെയ്ത അതിമനോഹരമായ മാർബിൾ ചുമർ സ്ഥാപിച്ചിട്ടുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതരംഗങ്ങളും പ്രവാചകന്മാരുടെ രൂപങ്ങളും കൊത്തിവെച്ച ഈ മാർബിൾ മതിൽ അതിമനോഹരമായ ഒരു കലാസൃഷ്ടിയാണ്. കൂറ്റൻ ബസിലിക്കയ്ക്കുള്ളിലെ ഈ ചെറിയ തിരുഗേഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയ ഒരനുഭൂതിയാണ് വിശ്വാസികൾക്ക് ലഭിക്കുന്നത്. തലമുറകളായി കത്തിച്ചുവെച്ച മെഴുകുതിരികളുടെ പുകയേറ്റു കറുത്ത ചുവരുകളുള്ള ഈ ചെറിയ മുറിയിലാണ് യേശു തന്റെ പരസ്യ ജീവിതത്തിന് മുൻപുള്ള ഭൂരിഭാഗം കാലവും ചെലവഴിച്ചത്. ഈ തിരുഗേഹത്തിന് ഹൃദയഭാഗത്താണ് ലോകപ്രശസ്തമായ ലൊറീറ്റോയിലെ ബ്ലാക്ക് മഡോണയുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ തീർത്ഥാടന കേന്ദ്രം ഇന്നും കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി നിലകൊള്ളുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ രക്ഷാകര പദ്ധതി ആരംഭിച്ചത് ഒരു കൊട്ടാരത്തിലോ കോട്ടയിലോ അല്ല,